സോഷ്യൽ മീഡിയയിലെ മിന്നും താരങ്ങളാണ് നടൻ കൃഷ്ണകുമാറിന്റെ കുടുംബം. സൗന്ദര്യം കൊണ്ടും കഴിവുകൊണ്ടും മലയാളികൾക്കിടയിൽ പെട്ടെന്നാണ് ഇവർ സ്ഥാനം പിടിച്ചത്. അഹാനയും ഹൻസികയും ഇഷാനിയുമൊക്കെ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചു. എന്നാൽ ദിയ മാത്രമാണ് സിനിമയിലൊന്നും അഭിനയിക്കാത്തത്. എന്നാൽ ബിസിനസ്സിൽ വളരെയധികം മിന്നും കാഴ്ചയാണ് വച്ചിരിക്കുന്നത്. അതും കുറച്ചു കാലഘട്ടത്തിനുള്ളിൽ തന്നെ. ദിയ കൃഷ്ണയുടെ ഓബൈ ഊസി എന്ന് പറയുന്ന സ്ഥാപനം ഇന്ന് അറിയാത്ത മലയാളികളില്ല. എല്ലാവർക്കും ഓബൈ ഊസി എന്ന് പറയുന്ന സ്ഥാപനം അറിയാം. അത്രയ്ക്കും നല്ല രീതിയിലാണ് വളർച്ച. ദിയയുടെ ആ ഒരു ബിസിനസ് നല്ല രീതിയിലാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. സിനിമയിൽ അഭിനയിച്ചില്ല എങ്കിലും ഊസിയുടെ പരമാവധി ഊസിക്ക് കഴിയുന്ന എല്ലാത്തിലും ഊസി പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ മലയാളികൾക്കറിയാം, ലക്ഷക്കണക്കിന് ആഭരണങ്ങളാണ് ഓരോ ദിവസവും വിറ്റഴിഞ്ഞു പോകുന്നത് ഓബൈ ഊസി എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്നും. ഇപ്പോഴിതാ ദിയ കൃഷ്ണയുടെ ചുവട് പിടിച്ചുകൊണ്ട് മറ്റൊരു ബിസിനസ് കൂടിയാണ് ആ കുടുംബത്തിലേക്ക് വരവേൽക്കുന്നത്. കൃഷ്ണകുമാർ കുടുംബം സിന്ധു കൃഷ്ണയും ഇഷാനിയും അഹാനയും ഹൻസികയും ചേർന്നുകൊണ്ടുള്ള മറ്റൊരു ബിസിനസ്സാണ് ഇപ്പോൾ ചുവട് വച്ചിരിക്കുന്നത്. സിയ ബൈ അഹാദിഷിക എന്നാണ് പുതിയ ഓൺലൈൻ സ്റ്റോറിന്റെ പേര്. ഇവർ 4 പേരുടെയും പേരിന്റെ ആദ്യ അക്ഷരങ്ങൾ ചേർത്താണ് ഈ ഒരു പേര് അവർ നൽകിയിരിക്കുന്നത്. ഹാൻഡ് പിക്ഡ് സാരികൾക്ക് വേണ്ടിയുള്ള ഒരു ഓൺലൈൻ സ്റ്റോർ കൂടിയാണിത്. പലതരം കളക്ഷൻ ഓഫ് സാരീസ് ആണ് ഇവരുടെ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഇവർ പോയി കണ്ട് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട് കളക്ട് ചെയ്ത സാരികളാണ് ഇവരുടെ ഓൺലൈൻ ഷോപ്പിങ്ങിൽ ആ ഒരു സ്റ്റോറിൽ അവർ ചെയ്യുന്നത്. സിയ ബൈ അഹാദിഷിക എന്ന് പറയുന്ന സ്റ്റോറിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ഇൻസ്റ്റയിലും മറ്റും അവർ പോസ്റ്റ് ചെയ്തതേ ഉള്ളൂ. ഒരുപാട് ഫോളോവേഴ്സാണ് ഇവർക്കിപ്പോൾ വന്നിരിക്കുന്നത്. ഇവരുടെ ഡ്രസ് സെൻസും മേക്കപ്പ് സെൻസും ഒക്കെ എല്ലാവർക്കും അറിയാം, എല്ലാ മലയാളികൾക്കും അറിയാം. അതെല്ലാം ഒരുപാട് മലയാളികളെ ഇന്ന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കെല്ലാം ഈ ഒരു പേജ് വളരെയധികം സഹായകമാകും. സ്വന്തമായൊരു ബിസിനസ് ഉണ്ടായത് കൊണ്ടാകാം ദിയ കൃഷ്ണ ഈ ഒരു ബിസിനസ്സിൽ നിന്ന് മാറി നിൽക്കുന്നത്. എന്തായാലും സിയ ബൈ അഹാദിഷികയ്ക്ക് ആശംസകളുമായി എത്തുകയാണ് ഇവരുടെ ആരാധകരും. ഇവരുടെ ഉയർച്ചയ്ക്കായി നമുക്ക് വീണ്ടും കാത്തിരിക്കാം.